ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം ദൈവമേ നീ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. 4-ാം സങ്കീർത്തനം 7-ാം വാക്യം. യഥാർത്ഥ സന്തോഷം എങ്ങനെ പ്രാപിക്കാം? യഥാർത്ഥ സന്തോഷം എന്തല്ല, എന്തിൽ നിന്നല്ല എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥ സന്തോഷം പ്രാപിക്കാനും നിലനിർത്താനും കഴിയുകയുള്ളൂ. ഈ വചനത്തിൽ നാം കാണുന്നത് ഒരു കൂട്ടം ആളുകൾക്ക് മുന്തിരിക്കൊയ്ത്തിന്റെ സമയത്ത് സാധാരണയിൽ കൂടുതൽ മുന്തിരിങ്ങ ഉണ്ടായി ലക്ഷക്കണക്കിന് രൂപയുടെ വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. വീഞ്ഞുണ്ടാക്കുന്ന കമ്പനിയും അങ്ങനെയുള്ള തോട്ടങ്ങളുമൊക്കെ കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഒത്തിരി 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 ധനവാന്മാരാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ചെറിയ തോട്ടങ്ങളൊന്നും വെച്ചുപിടിപ്പിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അവർക്കിടെ സന്തോഷം, അവരുടെ സന്തോഷം എന്ന് പറയുന്നത് മുന്തിരി വർദ്ധിക്കുമ്പോഴാണ്. മറ്റൊരു കൂട്ടര് 100 കണക്കിന് ഏക്കർ ഗോതമ്പ് കൃഷിയുള്ളവരാണ്. അവരുടെ സന്തോഷം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഗോതമ്പ് കൊയ്ത്ത് നടക്കുന്ന വർഷം അവർക്ക് ഏറ്റവും അധികം സന്തോഷം ഉണ്ടാകും. നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ നെല്ല്, പാലക്കാടൻ പ്രദേശങ്ങളിൽ നെൽവയലുകൾ ഇങ്ങനെ പരന്നു കിടക്കും. അത് ചില വർഷങ്ങളിൽ വളം ഇടുന്നതിനേക്കാളും സമൃദ്ധമായ വിളവുണ്ടാവും. അന്ന് കൊയ്ത്തുകാർക്കെല്ലാം സന്തോഷമാണ്. കൃഷിക്കാർക്ക് സന്തോഷം, ജോലിക്കാർക്ക് സന്തോഷം, കൊയ്ത്തുകാർക്ക് സന്തോഷം, വഴിയെ പോണവർക്ക് പോലും സന്തോഷമാണ്. വീണ്ടും നാളികേരത്തിന് ഇപ്പം ഇച്ചിരി വില കൂടി. നാളികേര കൃഷിക്കാർക്ക് സന്തോഷം, റബ്ബർ കർഷകർക്ക് സന്തോഷം. എപ്പോഴാണ്? ഭൗതിക ഉയർച്ച ഉണ്ടാകുമ്പോൾ, സാമ്പത്തിക നേട്ടങ്ങൾ വരുമ്പോൾ സന്തോഷം വർദ്ധിക്കുന്നു. സ്വാഭാവികമാണ്. ഇനിയും അവിടുന്ന് മുമ്പോട്ട് പോയാൽ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നു. കുട്ടികൾക്ക് നല്ല ജോലി കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നു. കുട്ടികൾക്ക് കുട്ടികളുണ്ടാകുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നു. കുട്ടികൾക്ക് വിവാഹം നടക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നു. നല്ലൊരു വീട് പണിയുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നു. കാറ് ലഭിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നു. ഇങ്ങനെ സന്തോഷത്തിന് പല പല വഴികളുണ്ട്. പക്ഷേ ഈ സന്തോഷമൊക്കെ പെട്ടെന്ന് മങ്ങിപ്പോവും. ഇവിടെ തന്നെ മക്കളിൽ നിന്നുള്ള സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ദാവീദിനെന്ന് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചില്ലേ? അങ്ങനെ ലോകത്തിലെ സന്തോഷത്തിന്റെ കളറുമങ്ങും. ഇതിനെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ വചനം പറയുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ, അഥവാ ഭൗതികതയിൽ ഊന്നിയ സന്തോഷം വർദ്ധിച്ചപ്പോൾ ഉണ്ടാകുന്നതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. പ്രിയരെ, ഇതാണ് യഥാർത്ഥ സന്തോഷം. അതായത് ഭൗതികതയിലൂടെ ലഭിക്കുന്ന സന്തോഷം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഈ വർഷം സന്തോഷം ലഭിച്ചു, അടുത്ത മാസം അത് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഇവിടെ ഒരു സന്തോഷം ദാവീദ് കണ്ടു. ഈ കാണുന്ന എല്ലാറ്റിലും അധികം സന്തോഷം ദൈവമേ നീ എൻ്റെ ഹൃദയത്തിൽ തന്നു. അതെ, ആ സന്തോഷത്തിൻ്റെ പേര് ആത്മീയ സന്തോഷമെന്നാണ്, രക്ഷയുടെ സന്തോഷമെന്നാണ്, നിത്യതയുടെ സന്തോഷമെന്നാണ്, ദൈവീകതയുടെ സന്തോഷമെന്നാണ്. അതിലേക്ക് കണ്ണു തുറക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.